രാമരാവണ യുദ്ധസമയത്ത് ഒരു സംഭവം ഓർക്കുകയാണ്. ഇന്ദ്രജിത്തിൻ്റെ ബാണമേറ്റ് രാമനും ലക്ഷ്മണനും മറ്റുള്ളവരും ബോധം കെട്ടു വീണു. തൻ്റെ ഭഗവാന് അപകടം പറ്റിയെന്ന് മനസ്സിലാക്കിയ ഗരുഡൻ അവിടെ പറന്നെത്തി. ഗരുഡൻ്റെ സാമ്യം കൊണ്ട് തന്നെ നാഗബാധ ഒഴിഞ്ഞു. അങ്ങനെ രാമനും ലക്ഷ്മണനും അപകടത്തിന് രക്ഷപ്പെട്ടു. അപ്പോൾ ഗരുഡൻ്റെ മനസ്സിലൊരു ചിന്ത ഉദിച്ചു. രാമൻ ഭഗവാനാണെന്ന് ഞാൻ ഇതേവരെ വിചാരിച്ചു. എന്നാൽ ഇപ്പോഴവിടുന്ന് രക്ഷപ്പെട്ടത് എൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ രാമൻ ഈശ്വരനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഗരുഡൻ ചിന്തിക്കുകയാണ്. ഈ ചിന്ത ഗരുഡൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. ഗരുഡൻ ഉടനെ തന്നെ നാരദ മഹർഷി കണ്ട് തൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു നാരദനോട്. നാരദ മഹർഷി പറഞ്ഞ്, കാക്കപൂസണ്ടി എന്നൊരു കാക്കയുണ്ട്, ആ കാക്കയെ കണ്ട് ശിക്ഷപ്പെടുക, അപ്പം നിന്റെ മനസ്സിൻ്റെ പ്രശ്നം തീരും എന്ന് നാരദ മഹർഷി ഗരുഡനോട് പറയുകയാണ്. അപ്പം ഗരുഡൻ വിചാരിക്കുകയാണ്, പക്ഷിയുടെ രാജാവായ ഞാൻ വെറും ഒരു കാക്കയെ ആശ്രയിക്കുക എന്ന് ഗരുഡൻ വിചാരിക്കുകയാണ് മനസ്സിൽ. എന്തായാലും മഹർഷി പറഞ്ഞതല്ലേ, കാക്കയെ പോയി കണ്ട് പ്രശ്നം പറഞ്ഞു. കാക്ക പറഞ്ഞു, നീ എന്തൊരു വിഡ്ഢിയാണ്, സർവശക്തനായ ഭഗവാനെ സേവിക്കാൻ അവിടുന്ന് നിനക്ക് തന്നൊരു അവസരമാണ്. അവിടുത്തെ കൃപയില്ലെങ്കിൽ നിന്നെ ചെറുത് അനക്കാൻ പോലും നിനക്ക് കഴിയില്ല. നിനക്ക് അവിടുത്തെ സേവിക്കാൻ വേണ്ടി സ്വന്തം ശക്തിയെ മറച്ച് രാമൻ അശക്തനായി ഭാവിക്കുകയാണ് ചെയ്തത്. അതാണ് അവിടുത്തെ കൃപ. അതോർത്ത് നീ ഭഗവാനെ നമിക്കുകയാണ് വേണ്ടത്. കാക്കയുടെ ഉപദേശം കേട്ടതോടെ ഗരുഡൻ്റെ അഹങ്കാരം അകന്നു. ഗരുഡൻ രാമൻ്റെ പാദത്തിൽ വീണ് മാപ്പപേക്ഷിച്ചു. അങ്ങനെ അവിവേകത്തിൽ നിന്നും ഗരുഡൻ മുക്തനായി. രാമൻ ഈശ്വരാവതാരമാണെങ്കിലും മനുഷ്യപ്രകൃതിയെ അംഗീകരിച്ചുകൊണ്ടുമാണ് ശരീരം എടുത്തത്. അങ്ങനെയാൽ മാത്രമേ സാധാരണ മനുഷ്യർക്ക് മാതൃകയാകാനും അവർക്ക് പ്രചോദനം ആകാനും കഴിയും. ഉദാഹരണത്തിന്, മനുഷ്യരുടെ ഇടയിൽ പുലിയായിട്ട് ഈശ്വരൻ അവതരിച്ചാൽ ഇതെങ്ങനെ മനുഷ്യൻ സ്വീകരിക്കും? ഇല്ല. നമ്മൾ പറയുമല്ലോ, ഒരു കള്ളനെ പിടിക്കണമെങ്കിൽ പോലീസ് വേഷം കെട്ടി കള്ളൻ ഓടിപ്പോകും, പോലീസ് വരുന്ന വെച്ച്. അപ്പോൾ കള്ളൻ്റെ വേഷത്തിൽ തന്നെ അവരുടെ കുടുംബം ശരിക്കും ഒന്നുകൂടെ പിടിക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ തലത്തിൽ പോയി ഉത്തരിക്കാനൊക്കെ ഉള്ളു. തങ്കം ഉരുപ്പടിയാക്കാൻ പ്രയാസമാണ്, അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും, കുറച്ച് ചെമ്പ് ചേർക്കുന്നത് പോലെ. അപ്പം അവരുടെ തലത്തിലേക്ക് വരുമ്പം മാനുഷ്യമായ ഇതെല്ലാം അവരിലും പ്രകടമാകും എന്നുള്ളതാണ്.